ഹലോ സാറേ, ഞാൻ രാജന. സാറേ, ഇവിടെ 2 കോളേജ് പിള്ളേർ വന്നിട്ടുണ്ട്. സാറെന്തോ പേപ്പർ വൈകിട്ട് ഇവിടെ ഒന്ന് വാങ്ങിച്ചോളാൻ പറഞ്ഞില്ലേ എന്ന് ഇവരാ പറഞ്ഞത്. ഓ, മറന്നുപോയി രാജൻ. കാറിനകത്തുണ്ട്. അവരോട് നാളെ ഒന്ന് വാങ്ങിച്ചോളാൻ പറ. ശരി സാർ. സാറേ, ആ പിള്ളേർക്ക് ക്യാമറ ഇന്ന് തന്നെ വേണമെന്ന്. നാളെ കോമ്പറ്റീഷനുള്ള ഫയൽസ് എല്ലാം അതിലാണ് ഉള്ളതെന്ന് പറയുന്നത്. കോമ്പറ്റീഷനായി അവർ ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന്. സാറേ, പിള്ളേരോട് എന്താ പറയണ്ടേ? ശരി, അവരോട് എൻ്റെ വീട്ടിലൊന്ന് വാങ്ങിക്കാൻ പറ. Come in. ഏതാ കോളേജ്? അത് കേരളം സർ. എന്താ ഇങ്ങനെ നോക്കുന്നത്? തുറിച്ചൊരു നോട്ടം. ഇതെന്ത് ഫ്രൂട്ടായത്? ഫ്രഗോഡി ടെലിവിഷൻ എന്നൊരു കണ്ടീഷൻ ബേസ് ചെയ്താണ് സാർ. പേര്? പടത്തിന്റെ പേരാണ് സാർ. പ്രതിയാ സാർ. നാളെ കോമ്പറ്റീഷൻ. പക്ഷെ ഫയൽസ് എല്ലാം ക്യാമറയുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഇതിനുശേഷം ഒരുപാട് പ്രോസസ്സിംഗ് ഉള്ളതല്ലേ? ഫൈനലായിട്ട് ലാസ്റ്റ് സീൻ ഒന്നുകൂടി എടുത്താ സാർ. സേഫ്റ്റിക്കായിട്ട് ഒരു ആൾട്ടർനേറ്റീവ് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്താ സാർ. എന്തൊക്കെയാണെങ്കിലും ഇതുപോലൊരു ക്യാമറ ആരെങ്കിലും കയ്യിൽ കിട്ടിയാൽ പിന്നെ അത് തിരിച്ചു കിട്ടില്ല, അറിയാലോ? അയ്യോ സാർ, ഞാൻ തിരിച്ചു തന്നേക്കാം. എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ പെൺകുട്ടികളെയൊന്നും ഷൂട്ട് ചെയ്യില്ല, മറ്റ് ചിത്രങ്ങൾ മാത്രമേ പകർത്തൂ എന്നുള്ളതിന് എന്താ ഗ്യാരണ്ടി? സാർ, ഞങ്ങൾ ഇന്നലെ രാത്രി 4 ഷോട്ട് എടുത്തുള്ളൂ സാർ. ഉച്ചയ്ക്ക് ഷോട്ട് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് അയാൾ ക്യാമറയും കൊണ്ട് പോയത്. വേണമെങ്കിൽ ഞാനിപ്പോൾ എടുത്തതെല്ലാം സാറിനെ ഞാനിപ്പോൾ കാണിച്ചു തരാം. റെഡി? റെഡിയാണോടാ? ഒരു മിനിറ്റ്, നീ ഏതൊരു മോഡൽ പോലെ തോന്നുന്നുണ്ടല്ലോ. ഇതെന്താ റിവ്യൂ ആണോ എടുത്തോണ്ട്? ശ്രദ്ധിക്കണേ. നീ ഇപ്പൊ പറയുമ്പോൾ ലിപ്പ് സിങ്ക് ചെയ്ത് പറയണേ. എടാ ഒന്ന് വേഗം. അയ്യോ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത് വണ്ടി പോട്ടെ. നിങ്ങൾ വീട്ടിൽ എത്ര മണിക്ക് വന്നു എന്നാ പറഞ്ഞത്? ഇന്ന് രാവിലെ ഒരു 6:30-ക്കാണ് സാർ ഇവിടെ എത്തിയത്. എന്ന് പറയുമ്പോൾ ഒരു 6:45, 6:50 സാർ. സീരിയസ് ആയിട്ട് നിൽക്ക്. സീരിയസ് ആയിട്ട് ചെയ്യാം. ചുമ്മാ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. അതൊരു വെള്ളക്കാർ സാർ, എനിക്ക് അത് മാത്രമേ അറിയത്തുള്ളൂ. ഈ വീഡിയോ എത്ര മണിക്കാണ് എടുത്തത്? 11 മണിക്കാ സാർ. അപ്പാർട്ട്മെന്റിലേക്ക് പോയ സമയം 10:30 അല്ലേ? 10:30 സാർ പോയത്. ഒരു അരമണിക്കൂർ ഷൂട്ട് ചെയ്തതിനു ശേഷം മഴ കൂടി കാരണം അന്നേരം 11 ആയോടെ 11:10 വീട്ടിൽ പോയി സാർ. നിങ്ങൾ വരുമ്പോൾ ആ കാർ അവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു സാർ. ആ കാർഡും എടുത്തേ. ആ പെൺകുട്ടി അല്ലാതെ മറ്റാരെങ്കിലും ആ ഫ്ലാറ്റിലേക്ക് പോയായിരുന്നോ? ഞങ്ങൾ റീച്ചായി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പോയി സാർ. അവരുടെ ഫോട്ടോ വീഡിയോ അങ്ങനെ എന്തെങ്കിലും? മേക്കിംഗ് ആരെടുത്തേ? അവനെ വിളിച്ചാലും അവൻ എടുക്കത്തില്ല. ട്രൈ ചെയ്തോണ്ടിരിക്കും. എടാ ചാർജ് കുറവാടാ. സാരമില്ല, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. രാജൻ, ഗൗതമിന്റെ കോണ്ടാക്ട് നമ്പർ പറഞ്ഞേ. ഒരു മിനിറ്റ് സാർ. സാർ എഴുതിയെടുക്കാവോ? 995 995 288 288 5733 5733 5733. ആൻഡ് വൺ മോർ തിങ്, തെറ്റിദ്ധരിക്കരുത്. 33 അല്ലേ? നാളെ വൈകിട്ട് വരണ്ട, രാവിലെ തന്നെ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ സാർ, ഞാൻ വന്നേക്കാം. ആ നമ്പർ ഒന്ന് ഡയൽ ചെയ്ത്. നൈസ് റിംഗ് ടോൺ. മൈ മിസ്റ്റേക്ക്. ആദ്യം തന്നെ വോയിസ് ഐഡന്റിഫൈ ചെയ്യുന്ന ഞാൻ വിചാരിച്ചത്. സാർ സോറി സാർ, ഫോൺ വോയിസ് മാറുമല്ലോ സാർ, അതുകൊണ്ടാണ്. ഇറ്റ്സ് ഓക്കെ. ആ ഫ്ലാറ്റിൽ അന്വേഷിച്ചായിരുന്നു? എല്ലാ വീട്ടിലും പോയി അന്വേഷിച്ചു സാർ. പക്ഷെ നമ്മുടെ സ്കെച്ചിലുള്ളതുപോലെ അങ്ങനെ ഒരു മനോ അവിടെ എങ്ങുമില്ല. അപ്പോ ആ പേരിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു അവിടെ? സാർ, വീട്ടു നമ്പർ 10 മനോഹരൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പക്ഷെ അയാൾക്ക് 56 വയസ്സുണ്ട്. അയാൾക്ക് ഇത് ചെയ്യാനുള്ള ആരോഗ്യമൊന്നുമില്ല. ഇതെന്ത് കുരിശാണ്? ഫസ്റ്റ് ഡേ തന്നെ എന്നെ ഇങ്ങോട്ട് ബുദ്ധിമുട്ടിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനൊന്നുമില്ല സാർ. ആക്ച്വലി എനിക്ക് കേസ് അന്വേഷിക്കാൻ വളരെ ഇൻട്രസ്റ്റ് ആണ്. അതുകൊണ്ടാണ് സാർ ഞാൻ. എക്സലന്റ്. അപ്പോൾ ഇനിയും നിങ്ങളെ ഞാൻ ഓവർ ടൈം ഡ്യൂട്ടി ചെയ്യിച്ചാൽ പെർമിഷൻ വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? എന്താ സാറേ? അതല്ല, ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഒപ്പീനിയൻ അറിയാൻ വേണ്ടിയാണ് തന്നെ ഞാൻ ഫോണിൽ വിളിച്ചത്. ഉടനെ വീട് വരെ ഒന്ന് വരണം. ഓക്കെ സാർ, ഞാൻ 20 മിനിറ്റ് കൊണ്ട്. എൻ്റെ അഡ്രസ്സ്
എടാ ഈ ക്യാമറ തരുവോടാ? ക്യാമറ ഒന്നും തരാതിരിക്കത്തില്ല, ചുമ്മാ ജാട കാണിച്ചുകൊണ്ടിരിക്കുക. സാർ അഡ്രസ് പ്ലീസ്. റൂൾ നമ്പർ 1, എക്സൈറ്റ്മെന്റിനിടയിൽ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് മിസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഷുവർ സർ. ടേക്ക് ഇറ്റ് ഓഫ്. നമ്പർ 3, 4th സ്ട്രീറ്റ്, രാംനഗർ. ഓക്കെ സർ, വന്നേക്കാം. മഫ്റ്റിയോ യൂണിഫോം സർ? മഫ്റ്റി ഫൈൻ. ശരി സർ. നിങ്ങൾ രണ്ടുപേരിൽ ആർക്കെങ്കിലും പോലീസ് ജോയിൻ ചെയ്യാനുള്ള ഐഡിയ ഉണ്ടോ? ഇല്ല സർ. അപ്പോൾ വന്ന പിള്ളേരുടെ റിയാക്ഷൻ ഒന്ന് കാണേണ്ടതായിരുന്നു. ഒരു ക്ലൂ കിട്ടിയപ്പോഴേ അത്ര ഹൈപ്പറായെങ്കിൽ അത് നേരിൽ കണ്ടപ്പോൾ എന്തായിരിക്കും അവന്മാരുടെ അവസ്ഥ? യുവർ ടീ ഈസ് ഗെറ്റിംഗ് കോൾഡ്. അതിനോ ഇനിയും കുറച്ച് സമയം ബാക്കിയുണ്ട്. ഈ വീഡിയോയിൽ നിന്ന് എന്തൊക്കെ എൻക്വയറി ചെയ്തു? വൈഷ്ണവി നമ്മുടെ അടുത്തുനിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് സാർ. അപ്പാർട്ട്മെൻറ്റിന് വെളിയിലുള്ള കാറിനെക്കുറിച്ച് തനിക്കൊരു ഡൗട്ടുമില്ല? ആ പത്രക്കാരൻ ഒരു വൈറ്റ് കാർ അവിടെ കണ്ടു എന്നല്ലേ പറഞ്ഞത്? ഐ തിങ്ക് ഇറ്റ്സ് ടു എർലി. ആ അപ്പാർട്ട്മെൻറ്റിലുള്ള വേറെ ഏതെങ്കിലും വണ്ടി കൂടെ ആകാം സാർ. അപ്പാർട്ട്മെൻറ്റിലുള്ള ആരെങ്കിലും വണ്ടിയാണെങ്കിൽ എന്തിനു വെളിയിൽ പാർക്ക് ചെയ്യണം? പോയൻ. ഐ ഡോണ്ട് ഡ്രൈവ് ഇൻ നൈറ്റ്. വൈഷ്ണവി ഒന്ന് വിളിക്കൂ. വൈഷ്ണവി വാക്കിങ്ങിന് പുറത്തു പോയിക്കോ സാർ. മണി 10 ഈ സമയത്താണോ വാക്കിംഗ്? ഐ തോട്ട് ഇറ്റ്സ് 9 സാർ. കുറച്ച് സമയമായുള്ളൂ പോയിട്ട്. ഇന്ന് മുഴുവനും ഡിസ്റ്റർബ് ആയിരുന്നു. ചെറുതായിട്ടൊന്ന് നടന്നിട്ട് വന്നാൽ മൈൻഡ് ഫ്രഷ് ആവുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇറ്റ്സ് ഓക്കെ. അവളുടെ മൊബൈൽ നമ്പർ ഒന്ന് തരൂ. മോനെ മൊബൈലിൽ ഞാൻ 94423 94423 55521. 55521. ഹലോ വൈഷ്ണവി. ഹലോ. യാ, ഇൻസ്പെക്ടർ ദി. എന്ത് പറ്റി സാർ? വൈഷ്ണവിയുടെ സാധനങ്ങളൊക്കെ അകത്ത് തന്നെയല്ലേ ഉള്ളത്? ഒരേ ഒരു ഭാഗ്യമുള്ളൂ സാർ, അതകത്തിരിപ്പുണ്ട്. ചെന്നൈയിലേക്ക് എത്ര മണിക്ക് ലാസ്റ്റ് ബസ്? 10:15 10:30 സാർ. കം. നിങ്ങളുടെ വീടിന് മുന്നിൽ ഏതോ ഒരുത്തൻ കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആരാ? ഇന്ന് മുഴുവനും ഡിസ്റ്റർബ് ആയിരുന്നു. ചെറുതായിട്ടൊന്ന് നടന്നിട്ട് വന്നാൽ മൈൻഡ് ഫ്രഷ് ആവും പറഞ്ഞിട്ടോ. ഐ ആം നോട്ട് ഷുവർ, ബട്ട് ഐ തിങ്ക് ഹീസ് ഹിം. ഒരു 10 ദിവസം മുമ്പ് ആ പെണ്ണ് സ്കൂട്ടിയിൽ വന്ന് ഞങ്ങളുടെ കാറിലിട്ടിടിച്ചു. തെറ്റെൻ്റെ ഭാഗത്താണെന്ന് പറഞ്ഞിട്ട് പോയി. അവസാനമായി എപ്പോഴാണ് പെൺകുട്ടി കണ്ടത്? അന്ന് അപകടം നടക്കുമ്പോഴാണ് ലാസ്റ്റ് കണ്ടത്. അപ്പാർട്ട്മെൻറ്റിലുള്ളവരുടെ വണ്ടിയാണെങ്കിൽ എന്തിനത് വെളിയിൽ പാർക്ക് ചെയ്തിരിക്കുന്നു? പോയൻ. വേറെ ഏതെങ്കിലും പേര് ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയി കാണും സാർ. നമുക്ക് മൊബൈൽ നമ്പർ വെച്ച് ട്രേസ് ചെയ്താൽ നേരം വിളിക്കുന്നതിന് മുമ്പേ പിടിക്കാൻ പറ്റും. പറയൂ സാർ. TN38AW7436. ഈ കാറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പെട്ടെന്നൊന്ന് കളക്ട് ചെയ്ത് പറയൂ. ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിനക്കാരെങ്കിലും സംശയം തോന്നുന്നുണ്ടോ ഗൗതം? ഉണ്ട് സാർ, പക്ഷേ എല്ലാം ഒരു കഥയാണ്, സത്യമല്ല. എന്ത് കഥ? പറയൂ. ഞാൻ അംബേദ്കർ നഗറിൽ അന്വേഷിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെയുള്ള എല്ലാവരും ഒരേ ഒരു പയ്യനെക്കുറിച്ചാണ് കംപ്ലയിൻറ്റ് ചെയ്തത്, ഫാബിയോ. ചിലർ അവനെക്കുറിച്ച് വളരെ മോശം അഭിപ്രായമാണ് പറഞ്ഞത്. ചിലരവനെ ലേഡീസ് മാൻ എന്നും പറയാറുണ്ട്. ഇപ്പോൾ എൻ്റെ തിയറി എന്താണെന്ന് വെച്ചാൽ, ശ്രുതി കംപ്ലയിൻറ്റ് കൊടുക്കാൻ തീരുമാനിച്ചത് ഫാബിയുടെ പേരിലാണ്. 3 പേര് ഒരുമിച്ചല്ല സാറേ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പേര് കൺഫ്യൂസ് ആകാനും സാധ്യതയുണ്ട് സാർ. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാം സാർ. എത്ര വലിയ ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിലും ചില ഡേറ്റി സീക്രട്സ് ഒന്നും ആരും പറയാറില്ല സാർ. മനോയും മെൽവിനും അറിയാതെ തന്നെ ഫേബിൻ ശ്രുതിയെ സ്റ്റോപ്പ് ചെയ്ത് കാണും സാർ.
സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഈ നേരത്ത് താൻ എവിടേക്കാ പോകുന്നത്? സ്റ്റേഷനിലേക്കാ സാർ. മുഖത്തെന്ത് പറ്റിയതാ? എന്താ നടക്കുന്നതെന്ന് എനിക്ക് മാത്രമാണോ മനസ്സിലാവാത്ത? നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ? എല്ലാത്തിനും ഒരു എക്സ്പ്ലനേഷൻ വെച്ചിട്ടുണ്ടാവല്ലോ. ഇപ്പൊ ഒന്നുമില്ലേ? ഡാ, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആദ്യം നിന്റെ വെപ്രാളൊന്ന് നിർത്തടാ. നീ വിചാരിക്കും പോലെ ഈ കാര്യം അത്ര സീരിയസ് വിഷയമൊന്നും അല്ലടാ. അത് പോട്ടെ, ഇപ്പം ഞാൻ പറയുന്നത് ടെൻഷൻ അടിക്കാതെ നെർവസ് ആകാതെ കേട്ടോ. ഇന്നലെ നമ്മളുണ്ടാക്കിയ ആക്സിഡൻറ്റ് ഏതോ ഒരുത്തൻ കണ്ടിട്ടുണ്ട്. അവരുമായിട്ടുള്ള വഴക്കിനിടയിൽ ഡ്രങ്ക് ലോക്ക് ആയില്ലയോ നോക്കി, പക്ഷേ സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ കാറിനെ ഫോളോ ചെയ്ത് നമ്മൾ വീട്ടിൽ കയറിയതിന് ശേഷം ഡ്രൈവർ സീറ്റിൻ്റെ അരികത്തുണ്ടായിരുന്ന ലിവർ യൂസ് ചെയ്ത് ബോഡി പുറത്തെടുത്തു. ആ ബോഡി എടുത്തവർ നമ്മുടെ ഭാഗത്തു നിന്ന് എന്തോ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു പക്ഷേ നമ്മൾ ഇതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞാൽ ഈ കാര്യം പോലീസിലെത്തിക്കാനുള്ള മൈൻഡിലായിരിക്കും ഉണ്ടാവുക. ബ്രോ, നിങ്ങളോട് എനിക്ക് തനിച്ചൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലോട്ട് പേപ്പർ ഒന്നും വേണ്ട ഞാൻ പറഞ്ഞിട്ടില്ലേ? അയ്യേ, ഇത് പേപ്പർ മാറ്റർ ഒന്നുമല്ല. നാളെ ഈ മുഖമെല്ലാം പേപ്പറിൽ വരുന്ന ഒരു മാറ്ററാ. ഇതെന്താ ബ്രോ, എന്തിനാ ഇങ്ങനെ നിൽക്കുന്നേ? ഇരിക്കേ, ഇത് നിങ്ങളുടെ വീട് തന്നെയല്ലേ? എന്തു പറയാൻ വേണ്ടി നീ ഇങ്ങോട്ട് വന്നേ? അതെന്തിനാണെന്ന് വെച്ചാൽ ഇന്ന് കൊച്ചു വെളുപ്പാൻ കാലത്ത് ഒരു പത്രക്കാരൻ നമ്മുടെ ഭാരതീയ പാർക്കിനടുത്തൂടെ പോവായിരുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കാറ് ബ്രേക്ക് ഇടുന്ന സൗണ്ട് കേട്ടു. എന്താണെന്നറിയാൻ വേണ്ടി സൈക്കിളിൽ നിന്ന് ഇറങ്ങിച്ച് നോക്കുമ്പോൾ നിങ്ങളെപ്പോലൊരു 3 പിള്ളേർ ഒരുത്തനെ കാർ കൊണ്ട് ഇടിപ്പിച്ചിട്ട് അവനെ എടുത്ത് വിക്കി വെച്ചിട്ട് വിട്ടു പൊക്കളഞ്ഞു. ആ പത്രക്കാരൻ സത്യത്തിൽ നല്ലവനാ. ഇക്കാര്യം പോലീസിനോടൊന്നും ചെന്ന് പറഞ്ഞില്ല. ഒരുപക്ഷെ ഞാനായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഉറപ്പായിട്ടും പോയി പറഞ്ഞേനെ. പിന്നീടാണ് ആ പേപ്പറുകാരന് തലയിലൊരു ബുദ്ധി ഉദിച്ചത്. ഈ കാര്യം ചെന്ന് പോലീസുകാരനോട് പറയുകയാണെങ്കിൽ അവനൊരു ലാഭവും ഇല്ലല്ലോ. ആവശ്യമില്ലാതെ ആ പോലീസുകാർ പിള്ളേരെ പിടിച്ച് ജയിലിൽ വിടും. അതാ ഇതുമായിട്ട് ബന്ധമുള്ളവരൊന്ന് കണ്ടുപിടിച്ചിട്ട് സംസാരിച്ച് ഒരു നല്ല എമൗണ്ട് വാങ്ങുകയാണെങ്കിൽ അവനും ലാഭം ഉണ്ടാകും, ആ പിള്ളേർക്കും ലാഭം ഉണ്ടാകും. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എത്ര വേണം? ഒരു മാസം മുഴുവൻ ഉറക്കളച്ചിരുന്ന് പേപ്പറിട്ട ഒരു 3000 രൂപ കൈ നിൽക്കും. വർഷത്തിലൊരു 50 × 2 × 20,000 രൂപ നിൽക്കും. എനിക്കാണെങ്കിൽ ഇപ്പോൾ 29 വയസ്സുമായി. എങ്ങനെ പോയാലും ഒരു 40 വർഷത്തോടെ ജീവിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ ഒരു 10 ലക്ഷം രൂപ ടേബിളിൻ്റെ പുറത്ത് എടുത്തു വെച്ചെന്ന് വെച്ചോ, അങ്ങനെ എടുത്തോണ്ട് ഞാൻ ഓടിക്കളയും. പിന്നീട് നിങ്ങളുടെ കൺവെട്ടത്ത് വരത്തില്ല. നീ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വാ, പൈസ റെഡിയായിരിക്കും. വിശ്വസിക്കാമല്ലോ? തരാന്ന് പറഞ്ഞില്ലേ? ആ പത്രക്കാരൻ ക്യാഷ് ചോദിച്ചപ്പോൾ അവനെ വിരട്ടി വിട്ടാൽ പോരായിരുന്നോ? എല്ലാത്തിനും നീ എന്തിനാ തലയാട്ടിയേ? ഡാ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ കാര്യം അവന് മാത്രം അറിയാവുള്ളൂ എങ്ങനെ വിചാരിക്കാനാ? അത് പറ. ആദ്യം അവൻ ചോദിച്ചത് കൊടുത്തു നോക്കാം. കാശ് വാങ്ങിയിട്ട് മിണ്ടാതിരുന്ന് ഇത് അവന് മാത്രമേ അറിയുള്ളൂ, മറ്റാർക്കും അറിയില്ലെന്ന് അർത്ഥം. പിന്നെ കൊടുത്ത കാശ് എങ്ങനെ തിരിച്ചു വാങ്ങണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നത് മാത്രം ചെയ്താൽ മതി, ചുമ്മാ ഒരു പേടിത്തൊണ്ടനാവാതെ. അച്ഛാ, എൻ്റെ അക്കൗണ്ടിൽ നിന്ന് കാശ് എടുത്തായിരുന്നു. എടുത്തു. വീടിനടുത്തൊരു പ്രോപ്പർട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ, അത് വാങ്ങാൻ വേണ്ടി എടുത്താണ്. എന്റെ സാലറി ഇതുവരെ ക്രെഡിറ്റ് ആയില്ല. അച്ഛാ, എനിക്കിപ്പോൾ ഒരു 10 ലക്ഷം വളരെ അത്യാവശ്യമാണ്. എന്തിനാണ് നിനക്കിപ്പോൾ 10 ലക്ഷം രൂപ? എന്ത് ചെയ്യാൻ? ഇപ്പം 50,000 ഉള്ളൂ, ബാക്കി പിന്നെ തരാം. എന്താ ഇത്, ലക്ഷങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 1000 തന്നാ എങ്ങനെ? ശരി, ഓക്കെ. ബാക്കിയോ?
ബാക്കി പിന്നെ തരാമെന്ന് പറഞ്ഞില്ലേ, ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ മതി. ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അവൻ വീണ്ടും ഞങ്ങളോട് ക്യാഷ് ചോദിച്ചു. ഇത് വെറും ഒരു ആക്സിഡൻ്റ് അല്ലേ, നമുക്ക് പോലീസിനോട് പോയി പറയാം, ഇവനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ ഇവരോട് പറഞ്ഞതാ സർ. ഫാബിയോ എൻ്റെ കർണത്തടിച്ചു സർ. എനിക്ക് അന്നേരം തന്നെ ഈ കാര്യം പോലീസിനോട് പറയണമെന്ന് തോന്നി സർ. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എവിടെ വെച്ച് ആക്സിഡൻ്റ് ഉണ്ടായത്? ഇവിടെ വെച്ചാ സർ. അവനെങ്ങനെ കാഴ്ചയ്ക്ക് എന്തെങ്കിലും തനിക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുമോ? അന്നേരം എനിക്കുണ്ടായ പേടിയിൽ ഒന്നും ഓർമ്മയില്ല സർ. നീ വെക്കോ, നിന്റെ ഫ്രണ്ട്സ് ചോദിച്ചാ ഞങ്ങൾ കണ്ട കാര്യമൊന്നും പറയണ്ട, ഞാൻ നോക്കിക്കൊള്ളാം. ആ സാർ, ആ ന്യൂസ് പേപ്പർ ഇടുന്ന ആള് അവനിനി ഒരു പ്രശ്നത്തിനും വരില്ല. സർ റിലാക്സ്. ഏയ് ഐ എം കൂൾ. ഗൗതം, നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻസ് എല്ലാം ക്രോണോളജിക്കൽ ഓർഡറിൽ ഒന്നുകൂടെ നോക്കി. ഇന്നലെ രാത്രി 11 മണിക്ക് വൈഷ്ണവ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയിരിക്കുന്നു. വെളുപ്പിന് 2 മണിക്ക് അവന്മാരുടെ കാർ ആക്സിഡൻ്റ് ആകുന്നു. അതേ പാർക്കിൻ്റെ അടുത്ത് അതേ സമയം തന്നെ ശ്രുതിയുടെ ബോയ് ഫ്രണ്ടിനെ ഷൂട്ട് ചെയ്തു. പിന്നെ രാവിലെ 7 മണിക്ക് വൈഷ്ണവി അപ്പാർട്ട്മെൻറ്റിലുള്ള നെയ്ബറിൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് ചെയ്തിരിക്കുന്നു. ഫൈനലി 10 മണിക്ക് അവൾ എസ്കേപ്പ്. ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് ആ പത്രക്കാരനുണ്ടായിരുന്നു. സോ ആ മർഡർ അവൻ കാണാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. ഒരുപാടുണ്ട് സാർ. സാർ നമസ്കാരം. വീടിനകത്തേക്കെന്താ ക്ഷണിക്കാത്തത്? വരൂ സാർ. തുണിയെല്ലാം വലിച്ചു വാരി ഇട്ടേക്കോ സാർ. നിങ്ങളൊന്നും വെറുതെ തെറ്റായിട്ട് വിചാരിക്കല്ല സാർ. സാർ എന്താ സാർ കാണിക്കുന്നത്? അയ്യോ സാർ, എന്താ സാർ ഇതൊക്കെ? ആ സാർ, സാർ എന്നെ വിട് സാർ. വീട് കാര്യം ചെറുതാണേലും നല്ല വൃത്തിയും വെടുപ്പുണ്ട്. നിന്റെ ഇവിടുത്തെ താമസം മതി. മേട്ടുപ്പാളയത്തിനടുത്ത് 8 ലക്ഷത്തിനൊരു സൂപ്പർ അപ്പാർട്ട്മെന്റ് കിട്ടും. എങ്ങനെയെങ്കിലും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ നോക്ക്. ബാക്കിയുള്ള 2 ലക്ഷത്തിന് എന്തെങ്കിലും കച്ചവടം തുടങ്ങാമല്ലോ. ലൈഫ് അല്ലലില്ലാതെ മുന്നോട്ട് പോകും. സാർ തെറ്റുപറ്റിപ്പോയി സാർ, എന്നോട് ക്ഷമിക്കണം സാർ. ആ പിള്ളേർ ഇനി ശല്യം ചെയ്യില്ല സാർ. എല്ലാ സത്യവും ഞാൻ പറയാം സാർ. എല്ലാ സത്യങ്ങളും എന്ന പദത്തിന് ഒരർത്ഥമുണ്ട്. അതായത് കണ്ട കാര്യം കണ്ടതുപോലെ പറയണം. പകുതി വിഴുങ്ങിയിട്ട് പാതി മറച്ചു വെച്ചിട്ട് പിള്ളേരെ വരട്ടുന്ന രീതിയൊന്നും ശരിയാവില്ല. നീ പറയുന്നതെല്ലാം സത്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായാൽ പിന്നെ ഒരു അക്ഷരം പോലും മിണ്ടാതെ ഞങ്ങളങ്ങ് തിരിച്ചു പോവും. അതല്ല, നീ പറയുന്നതെല്ലാം നുണയാണെന്ന് ഞങ്ങൾക്ക് തോന്നിയ നിന്നെ നടു റോട്ടിക്കൊണ്ട് കിടത്തി ആ പിള്ളേരെ കൊണ്ട് കാർ ഓടിച്ച് നിന്റെ നെഞ്ചത്തോട്ട് കയറ്റും. ഞാൻ പറയാം സാർ. എന്നാ പറ. പേപ്പർ എടുക്കാൻ വേണ്ടി ഞാൻ ഡിപ്പോയിലേക്ക് പോയിട്ട് വരുമ്പോൾ അവിടെ ഒരു വെള്ളക്കാരനടുത്ത് ഒരാൾ വീണ് കിടക്കുന്ന കണ്ടു സാർ. മെൽവി ആൻഡ് രേഷ്മി ഫ്രണ്ട്സ് ആയല്ലോ. എന്താ സംഭവിച്ചെന്നറിയാൻ ഞാൻ അടുത്തേക്ക് ചെന്നപ്പോൾ നീ പറയുന്ന പോലെ അത്രക്കാരനൊന്നുമല്ല ഞാൻ. ഏതവനോ അയാളെ വെടിവെച്ചിട്ടുണ്ടായിരുന്നു സാർ. തരികടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും. പറഞ്ഞാ നോക്കി. അതേസമയം ഓപ്പോസിറ്റ് റോഡിൽ ഒരു കാറ് സ്കിഡാകുന്ന ശബ്ദം കേട്ടു സാർ. എന്താണെന്നറിയാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോൾ ചെറുപ്പക്കാരായ 3 പേര് ഒരുത്തിനെ കാറ് കൊണ്ട് ഇടിച്ചിട്ടിട്ട് അവനെ എടുത്ത് ഡിക്കിയിലിട്ടിട്ട് വണ്ടി വിട്ടു പൊക്കളഞ്ഞു സാർ. ഉടനെ ഞാൻ സ്റ്റേഷൻ ചെന്നത് ആ വെടി കൊണ്ടവൻ്റെ കാര്യം മാത്രമാണ് സാർ പറഞ്ഞത്. ആ ആക്സിഡന്റിനെ പറ്റിയുള്ള കാര്യം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല സാർ. ഞാൻ ഉടനെ തന്നെ സ്റ്റേഷനിൽ വന്ന് പറഞ്ഞായിരുന്നു സാർ. നിങ്ങളുടെ അഡ്രസ്സ് റൈറ്ററുടെ അടുത്ത് കൊടുത്തിട്ട് വെക്കാം. ശരി സാർ. ഞാൻ കാശിന് വേണ്ടിയാ സാർ പിള്ളേരെ വരട്ടിയത്. അതല്ലാതെ ഇതിനെക്കുറിച്ച് വേറെ ഒരു കാര്യം എനിക്കറിയില്ല സാർ. അപ്പോൾ ബോഡി നീ കാറിന് എടുത്തിട്ടില്ല? സാർ, ആ ശവത്തിന് വെച്ചിട്ട് ഞാൻ എന്താ ചെയ്യുക? ആ പാർക്കിൽ വെച്ച് കണ്ടത് ഈ കാറല്ലേ? ഇതാണ് സാർ. നിങ്ങൾ സ്പോട്ടിൽ പോയപ്പോൾ കാർ അവിടെ ഉണ്ടായിരുന്നു? ഇല്ലായിരുന്നു സാർ.
ഒരു കാർ നമ്പർ ട്രേസ് ചെയ്യാൻ ഇത്രയും സമയമോ? ഒറ്റെണ്ണത്തിന് വിശ്വസിക്കാൻ പറ്റില്ല. വാ. കോൺസ്റ്റബിൾ രാജൻ ഒരു കാർ നമ്പർ നിന്നിട്ട് ട്രേസ് ചെയ്യാൻ പറഞ്ഞിരുന്നില്ലേ? തന്നായിരുന്നു സാർ. ഡീറ്റെയിൽസ് എല്ലാം മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ആർക്ക്? രാജൻ സാറിന്. ഒരു മിനിറ്റ് സാർ. അയ്യോ, മെസ്സേജ് സെൻഡ് ആവുന്നില്ല സാർ. നിൽക്ക് സാർ, ഞാനിപ്പോൾ ചെക്ക് ചെയ്ത് പറയാം. ഗൗതം സർ, പിള്ളേർ കാറിലിടിച്ചത് കില്ലർ കണ്ടിട്ടുണ്ടാവണം. അവർ പോയതിനു ശേഷം ആ കാർ എടുത്ത് ഫോളോ ചെയ്ത് പോയിട്ട് ട്രങ്കിലിരുന്ന ആ കില്ലർ തന്നെയായിരിക്കും ബോഡി നീക്കം ചെയ്തത്. എനിക്കും അങ്ങനെ തോന്നിയായിരുന്നു സാർ. പക്ഷേ വൈഷ്ണവി നമ്മളോട് കള്ളം പറഞ്ഞത് അതിനുശേഷം നമ്മൾ അവിടെ കണ്ട ബ്ലഡ് ഇതെല്ലാം